ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഹോം ടൂറാണ്. 2900 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഭാഗത്ത് ചെയ്തിട്ടുള്ള ഒരു വീട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിനോവേഷനാണ്. അപ്പം ഈ ഒരു വീട് റിനോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ഒരു ചെറിയ വിഷ്വൽ നിങ്ങളെ ഒന്ന് കാണിക്കും. ആ ഒരു വീടിനെയാണ് ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷത്തെ കഷ്ടപ്പാട് എന്ന് തന്നെ പറയാം ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഈ വീടിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു കളർ കോഡ് തന്നെയാണ്. അത് എൻറ്റയർ ഈ ഗേറ്റ് മുതൽ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് ആയാലും ഓവറോൾ ഒരു കളർ കോഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒരു പെർഫെക്റ്റ് കളർ അല്ലെങ്കിൽ ആ പെയിൻറ്റിങ്ങിനകത്തൊരു പെർഫെക്ഷൻ കൊണ്ടുവരുമ്പോഴാണ് അത് ഭയങ്കര ഒരു ഭംഗിയാവുന്നത്. നമുക്ക് ഇവിടെ GI ട്യൂബിൽ ബ്ലാക്ക് മെഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മളിവിടെ ജസ്റ്റ് നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് ആ വാളിൽ മൊത്തം എൻറ്റയർ ആ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം പല വീടുകളും വന്ന് കയറുമ്പോൾ വീട് വേറൊരു ഡിസൈൻ, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാള് മറ്റൊരു ഡിസൈൻ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതെല്ലാം എൻറ്റയർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഈ ഒരു ബീജ് കളർ പോലും ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ എക്സ്റ്റീരിയർ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്രാസ് ഒഴിവാക്കിയിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. അതുപോലെ എടുത്ത് പറയേണ്ടതൊക്കെ ഒന്ന് ഇവിടുത്തെ ബാക്കി ഒരു ലാൻഡ്സ്കേപ്പിംഗ് സെറ്റപ്പാണ്. ശരിക്കും ഭയങ്കര ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്രാസ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുവാണെങ്കിൽ ഇവിടെ തന്നെ ഫ്ലോറിങ് 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്, ഭയങ്കര ഭംഗിയാണ്, ഓൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിന് പുറകിലായിട്ട് നമ്മൾ ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ പഴയ ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിണർ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹാഫായിട്ട് ബീം കൊടുത്ത് കട്ട് ചെയ്ത് ഒരു പകുതി പോർഷനാക്കി മാറ്റി അതിൽ ജസ്റ്റ് ഗ്രൂസൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫുൾ ലെങ്ത് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഗാലക്സി ഗ്രാനൈറ്റ് ഫിനിഷ് കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, റെയിൻ വാട്ടർ സ്റ്റോറേജിൻ്റെയൊക്കെ പൈപ്പ് നമ്മൾ പുറത്തൊന്നും കാണാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ ഈ ഒരു പില്ലറിലൂടെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. കിണർ റീചാർജിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫ്ലോറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 80x80 ഡബിൾ ചാർജ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിറ്റൗട്ടിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് പെയിൻറ്റ്, അതുപോലെ തന്നെ ടീക്വുഡ് ഫിനിഷിൽ ഈ ഒരു ജിപ്സം സീലിങ്ങിൽ ചെയ്തിരിക്കുന്ന ഈ ചെറിയൊരു വർക്കാണ്. ഇത് റബ്വുഡ് വെച്ചിട്ടാണോ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ തന്നെ റബ്വുഡിൻ്റെ കുറച്ചൊരു ഇൻറ്റീരിയർ വർക്കിൽ ബാലൻസ് വന്ന പീസ് കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത സാധനമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ആ ഒരു ടീക്വുഡാണ്. വൈറ്റിൽ ടീക്വുഡ് ഡിസൈൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ആയാലും വിൻഡോ ഒരു കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. ഓവർ കാര്യങ്ങളൊന്നും ചെയ്ത് കൊളാക്കാണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നാടൻ തേക്കിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് വരുന്ന ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡ് കയറി വരുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളെല്ലാവരും ഇങ്ങനെ ഈ ചുവരിൽ കൈ പിടിച്ചിട്ടായിരിക്കും കയറുക പ്രായമുള്ള. അപ്പോൾ അത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കേടാവാനുള്ള അല്ലെങ്കിൽ അഴുക്ക് പുരളാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ടീക്വുഡ് ഫിനിഷിലുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു കോർണർ സോഫ സെറ്റ്, ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. ഇതിനെല്ലാം ആ ഒരു ടീക്വുഡ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി പിന്നെ നമ്മുടെ ഒരു ബ്ലൈൻഡ്സിലേക്ക് വന്നാലും ആ ഒരു റൂമിന് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെ നമ്മൾ ആ ഒരു ബ്ലൈൻഡ്സിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഫാനിൻ്റെ ഡിസൈൻ, സീലിംഗ് ആയാലും, സീലിംഗ് ബേജ് കളറാണ്, വൈറ്റിൽ ബീജ് കളർ വെച്ചിട്ടാണ് ആ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇതിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ടി വി യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. ടി വി യൂണിറ്റും നമുക്ക് ടീക്ക് ഫിനിഷാണ്. ഇത് ചെയ്തിരിക്കുന്നത് HDHMRൽ ടീക്ക് വുഡിൻ്റെ വിനീർ ഫിനിഷ് കൊടുത്തിട്ടാണ്. ഇത് ഇങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു കാരണം, നമുക്ക് ഇവിടെ ഇപ്പുറത്തേക്ക് ഡൈനിങ് ഹാളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് തമ്മിൽ ഒരു പാർട്ടീഷനുണ്ട്, എന്നാലും അത് തമ്മിൽ ഒരു ലിങ്ക് ഉള്ള രീതിയിലാണ് ആ ഒരു പാർട്ടീഷൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളിൻ്റെ മുകളിലായിട്ട് ഒരു ടീക്ക് വുഡ് ഫിനിഷ് സീലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓവർ ഡിസൈൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇവിടെ പഴയ ഒരു ഷോക്കേഴ്സ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ചെറിയൊരു HDFൻ്റെ ബോർഡ് വെച്ചിട്ട് ഒരു റോയൽ പ്ലേ ഫിനിഷിൽ നമ്മുടെ റബ്ബുഡ് വെച്ചിട്ട് ചെറിയ കുറച്ച് നിഷസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ ജിപ്സം സീലിങ്ങിനകത്ത് നമ്മൾ ആ ഒരു ടീക്ക് വുഡ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു നമുക്ക് ഇൻറ്റീരിയർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ചെറിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. ഇനി നേരെ ഡൈനിങ് പറഞ്ഞു. അപ്പം നെക്സ്റ്റായിട്ട് നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഒരു വാഷ് ഏരിയയാണ്. ഈ വാഷ് ഏരിയയിലും നമുക്ക് നേരെ അതിൻ്റെ ഫ്ലോർ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു 10 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ ടീക്ക് വുഡ് ഫിനിഷിലാണ് ഇതിൻ്റെ ഫ്ലോറിങ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഫിനിഷ് നേരെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ ആ ചെറിയ ഒരു ബേസുണ്ട്, അല്ലെങ്കിൽ ആ വാഷ് ഏരിയയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. വാഷ് ഏരിയയിൽ ഈ കാണുന്നത് ബ്ലാക്ക് ഗ്ലാസ് ആണ് കേട്ടോ. ടഫണ്ട് ഗ്ലാസ്, 12mm ടഫണ്ട് ഗ്ലാസ് ആണ് ഇതിൻ്റെ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. വൈറ്റിൽ മനോഹരമായിട്ടുള്ള ഒരു ബേസൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടീക്ക് വുഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ആ റബ്ബുഡ് ഫിനിഷിൽ നമ്മൾ തന്നെ മെയ്ഡ് ചെയ്ത ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ത്രീ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഒരു ഡോറ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് സാധാരണ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഒരു ഡോറാണ്. ഇതിന് ഒരു ജോർജിയൻസ് ഡിസൈൻ എന്നൊക്കെയാണ് പറയുക, ഇങ്ങനെ കോളം കൊടുത്തിട്ട് ഗ്ലാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൻ്റെ നല്ല കാഴ്ചകളൊന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു ബിൽഡിംഗ് ആയാലും കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും ഏത് തന്നെ ആവട്ടെ, കളർ കോമ്പിനേഷന് അതിനകത്തൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവുക. ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ ആക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അധികം ആർക്കും കേട്ട് കേൾവില്ലാത്ത അല്ലെങ്കിൽ കണ്ട് പരിചയമില്ലാത്ത ഒരു മെറ്റീരിയലാണ് ആക്രിലിക്ക്. ആക്രിലിക്ക് അത്യാവശ്യം കോസ്റ്റ്ലി മെറ്റീരിയലാണ്. ഇത് ആക്രിലിക് എന്ന് പറയുമ്പോൾ ഇത് എൻറ്റയർ ഫുള്ള് ഇതിൻ്റെ മോഡുലാർ കിച്ചൺസ് ആക്രിലിക്കിലല്ല ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം HDHMRലാണ്. ഹൈ ഡെൻസിറ്റി ഹൈ റെസിസ്റ്റൻസ് ബോർഡിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഡോർസ് കാര്യങ്ങൾ അതാണ് ആക്രിലിക്കിൽ ചെയ്തിരിക്കുന്നത്. ഒരു 4mm തിക്നെസ്സിലാണ് ആക്രിലിക്കിൻ്റെ ഈ ഒരു കവറിങ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ, ഈ രണ്ടാമത്തെ റോയിൽ വരുന്ന ഇതെല്ലാം തന്നെ നമ്മുടെ പ്രോ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. കിച്ചനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഇതിൻ്റെ എൻറ്റയർ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്രിലിക് കിച്ചൺ അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മുടെ നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ്, ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗേറ്റ് തൊട്ട് തുടങ്ങിയ ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക്, അത് സിംഗിളായാലും ജിപ്സത്തിലായാലും സാധാരണ ഇത്തരം ബ്ലാക്ക് കളറുകളൊന്നും നമ്മുടെ വീടുകളിലേക്ക് പല ആളുകളും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 4.5 ലക്ഷം രൂപ അടുപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു കിച്ചൻ്റെ റേറ്റ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതേണ്ടേ ഇവിടെ നമ്മൾ ജസ്റ്റ് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ പോർഷനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ HDHMR തന്നെ വെച്ചിട്ട് നമ്മുടെ മൈക്ക ഫിനിഷ് എടുത്തിട്ട് ചെയ്ത സാധനമാണ്. അത് വളരെ സിമ്പിളായിട്ടാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂമുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കുറേ പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുവാണ്.
അപ്സ്റ്റെയറിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത് പറയേണ്ടതൊക്കെ ഒന്നാണ് ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ. ഓൾറെഡി ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു സ്റ്റെയർ ആണ്. അപ്പോൾ അതിനകത്ത് ചെറിയ മിനുക്ക് പണികൾ, അതിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നത് നമ്മൾ ആ ഫുട് ലാമ്പ് എല്ലാം കറക്റ്റ് ചെയ്തു. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് റെയിൽ തന്നെയാണ്. ഇത് നമ്മുടെ GI സ്ക്വയർ ട്യൂബിനകത്ത് ഗ്ലാസ് 8mm ടഫണ്ട് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഏറ്റവും ഭയങ്കര രസം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ട് നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കയറി വരുന്ന സമയത്ത് രാത്രിയൊക്കെ വളരെ സിമ്പിളായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഫുട് ലാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ലോങ് വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലും ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ റബ്ബുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റബ്ബുഡിൻ്റെ വേസ്റ്റ് പീസ് വരുന്നതിനകത്ത് അത് ജസ്റ്റ് ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ സീലിങ്ങിലെല്ലാം വാം വൈറ്റ് ലൈറ്റും വാം വൈറ്റ് സ്ട്രിപ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് അപ്സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഹോമൊക്കെ ചെയ്യുന്നവർ എപ്പോഴും സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ വളരെ ചുരുക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു റൂം ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറേ അധികം ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. താഴെ നമുക്ക് ഇതുപോലൊരു ഷോക്കേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് അത് ശരിക്കും പറയാൻ മറന്നു. ഇത് പഴയ ഒരു ഷോക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മളൊരു മോഡേൺ സ്റ്റൈലിലേക്ക് ഒരു റോയൽ പ്ലേ ഡിസൈനൊക്കെ കൊടുത്ത് റബ്ബുഡിൽ കുറേ നിഷസ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു നിഷസ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ നമ്മൾ അവിടെ കാണുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം. ഇനി ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോർഷനാണ് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ വർക്ക് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി സെറ്റപ്പിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം വേണം എന്നുള്ളതാണ്. മാക്സിമം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയും. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം. അപ്പം ഇതിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീലിങ്ങും ബെഡ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ വൈറ്റ് ആൻഡ് ബീജ് ടീക്കുഡ് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആ എൻറ്റയർ ആ ഒരു ലൈറ്റിൻ്റെ ആ വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ജിപ്സത്തിൻ്റെ വിഡ്ത്ത് നമ്മുടെ ഈ കോട്ടിൻ്റെ ഈ ഒരു എഡ്ജ് വരെയും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ജസ്റ്റ് ഒരു പ്രെയർ ഏരിയ ഉണ്ട്. അവിടെ ഒരു പേഴ്സണൽ പ്രെയർ ഏരിയ ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ ഒരു മേക്കപ്പ് ടേബിൾ, അതിൻ്റെയോടൊപ്പം കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്ലയൻറ്റ് ഒരു IT പ്രൊഫഷണൽ കൂടിയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു മാഡത്തിന് അവർക്ക് വേണ്ടിയിട്ട് ആ രണ്ട് രീതിയിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ബെഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് പാർട്ടിക്കൽ ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ്. അതിൻ്റെ സൈഡിലായിട്ട് ടേബിൾ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് വാർഡ്രോബിലേക്ക് വരാം. വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു HDHMRൽ മൈക്ക ഫിനിഷാണ്. ടീക്വുഡിൻ്റെ മൈക്ക ഫിനിഷ് വെച്ചിട്ടാണ്. ഇതിൻ്റെ ടോപ്പിലേക്കും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ലാട്രേറ്റ് സ്റ്റോണിൻ്റെ ഒക്കെ ഫിനിഷിലാണ് ഈ ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡോറും FRP ഫിനിഷിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബ്ലൈൻഡ്സ് രണ്ട് സ്ഥലത്തും ഞങ്ങൾ ആ കോഫി ബ്രൗൺ ആ ഒരു കളർ തീമിലുള്ള ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് സെറ്റപ്പിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത് നമുക്ക് ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചധികം വെളിച്ചം നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആറ്റിങ്ങൽ ആലങ്കോട് ടൗണിലാണ് കേട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതേ നോക്കിയേ, ഈ ഒരു ഗ്ലാസ് പോർഷൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആലങ്കോട് ടൗണിൻ്റെ ആ ഒരു അതാണ് സെൻറ്റർ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഈ വീടിന് ശരിക്കും അപ്സ്റ്റെയറിൽ 2 ബാൽക്കണിയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഒന്ന് കണ്ടു ആ മാസ്റ്റർ ബെഡ്റൂമിലുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ബാൽക്കണി. ഇവിടെ അത്യാവശ്യം നല്ല നിഷസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ഫുള്ള് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല ക്ലയൻസും ബാൽക്കണി അല്ലെങ്കിൽ അപ്സ്റ്റെയർ ബാൽക്കണി വരുന്ന സമയത്ത് പരഗോളാസ് വേണം എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് അതിലേക്കൊരു ഗ്ലാസ് ഫിനിഷ് കൊടുത്താൽ ഭാവിയിൽ ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പായലൊക്കെ വീണിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാനും എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജിപ്സത്തിലാണ് അത്തരം ഒരു പരഗോളാസ് കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഹാൻഡ് റെയിൽ.
അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഭംഗി ഇരട്ടിച്ചു എന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു വ്യൂവും നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റീരിയറിന് നല്ലൊരു വ്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയെന്ന് പറയുന്നത് താഴത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഭയങ്കര രസമാണ് അത്. കറക്റ്റ് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ നോക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഇതിനകത്ത് എന്താ ഇത്ര കാണാനുള്ളതെന്ന് പലപ്പോഴും ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കും ഇതൊരു റിനോവേഷൻ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സാധനമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ റിനോവേഷൻ ആണെന്ന് തോന്നുമെന്നറിയില്ല. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.